പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ജീവനക്കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിൽ. ഊഴിയാർ സ്വദേശി വിനോദ് കുമാറിനെ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്നാണ് പോലീസും വനപാലകരും ചേർന്ന് പിടികൂടിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പത്തനംതിട്ട SP R ആനന്ദ് അറിയിച്ചു. മരണകാരണത്തിൽ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് എന്നും SP വ്യക്തമാക്കി. ഗവി KFDC കോളനി നിവാസികളെയും അങ്കണവാടി ജീവനക്കാരെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമാണ് വ്യാഴാഴ്ച രാവിലെ അരങ്ങേറിയത്. രാവിലെ 8:30 കോളനിയിൽ നിന്നും 5 കിലോമീറ്ററോളം അകലെയുള്ള മീനാർ അങ്കണവാടിയിലേക്ക് നടന്നുപോയ 32-കാരിയെ വഴിമധ്യേ വെച്ച് മൂഴിയാർ സ്വദേശിയായ വിനോദ് കുമാർ അപായപ്പെടുത്തുകയായിരുന്നു. യുവതി അങ്കണവാടിയിൽ എത്താതിരുന്നതിനെ തുടർന്ന് നാട്ടുകാരും വനപാലകരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് റോഡിൽ നിന്നും മാറി വനത്തിലൂടെ ഒഴുകുന്ന തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. കൃത്യം നടത്തിയ ശേഷം പ്രതി ഗവിയിൽ നിന്നുള്ള KSRTC ബസ്സിൽ കയറി വണ്ടിപ്പെരിയാർ ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വെച്ച് ഇയാളെ പിടികൂടിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പത്തനംതിട്ട SP R ആനന്ദ് വ്യക്തമാക്കി. നമ്മളിപ്പോൾ ഇവിടെ ഒരു വിനോദ് ഒരാളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ കേസിനായിട്ട് ബന്ധപ്പെട്ട്. അതിൽ 42 years ഏജ് ആണ്. അയാൾ പെരുന്നാട് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ആളാണ്. അപ്പോൾ അയാൾ നമ്മൾ ചോദ്യം ചെയ്ത് അയാൾ കുറ്റം ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തുമ്പോൾ വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും മരണത്തിന്റെ യഥാർത്ഥ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ക്രൂരമായ ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ടോ എന്നും വരും ദിവസങ്ങളിലെ തെളിവെടുപ്പിലൂടെയും വിശദമായ ചോദ്യം ചെയ്യലിലൂടെയും പുറത്തു കൊണ്ടുവരാനാണ് മൂഴിയാർ പോലീസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.